ഒരു വാഹനം എങ്ങനെ കൃത്യമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കീ ഓൺ ചെയ്ത് ഇഗ്നീഷൻ ലൈറ്റ് തെളിഞ്ഞതിന് ശേഷം ക്ലച്ച് അമർത്തി സ്റ്റാർട്ട് ചെയ്തു. പലരും ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചായിരിക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാറുണ്ടോ? അതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കും അല്ലേ. അതുപോലെ ജീവനുള്ള ഒന്നല്ലേ ഈ വാഹനം എന്ന് പറയുന്നത്. ഈ സമയം വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ ഓയിൽ സർക്കുലേഷൻ ഇതെല്ലാം കറക്റ്റ് പ്രോസസ്സിങ് നടക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന 1 മിനിറ്റ് നേരം. ഏറ്റവും കുറഞ്ഞത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വാഹനം മുന്നോട്ടെടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യും, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്ന വീടുകളാണെങ്കിൽ അവിടെ മുൻവശത്ത് പൂക്കൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പറിച്ചതിന് ശേഷം ഡാഷ്ബോർഡിൽ വയ്ക്കും. ചിലപ്പോൾ ദൈവത്തിൻ്റെ പടങ്ങൾ വച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. അപ്പോൾ ഡാഷ്ബോർഡിൽ മുന്നിൽ വെറുതെ വയ്ക്കും. അപ്പോൾ ഈ സമയമെല്ലാം ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ ചുരുങ്ങിയ സമയത്ത് ഈ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി മുന്നോട്ട് പോയാലോ. ക്ലച്ച് അമർത്തി ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു. മുന്നോട്ട് എടുത്ത ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലച്ച് അമർത്തി ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, ബ്രേക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അതിനുശേഷം മുന്നോട്ട് പോയി. ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ചെയ്യുന്നത്. ആർക്കും സമയമില്ല എന്നതായിരിക്കും പ്രധാന കാരണമെന്ന് തോന്നുന്നു. ഒരു വാഹനത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ 4 ഇരട്ടി നമ്മോടൊപ്പം നിൽക്കും എന്നുള്ളൊരു കാര്യം ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്.